നമസ്തേ. പാകിസ്ഥാന്റെ പുതിയ ഭീഷണി. ഞങ്ങളുടെ വെള്ളത്തിൽ കൈവച്ചാൽ കൈവെട്ടും എന്ന് പരസ്യ മുന്നറിയിപ്പ്. എന്നാൽ ഇന്നത്തെ ഇന്ത്യ 1965-ലെയോ 1971-ലെയോ ഇന്ത്യയല്ല. ലോകത്തിലെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഉയർന്ന ഇന്ത്യ. ഭീകരവാദത്തിനെതിരെയും ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും കൂടുതൽ കടുത്ത നിലപാട് സ്വീകരിക്കുകയാണ്. ഇനി സിന്ധു നദീജല കരാർ എങ്ങോട്ടാണ്? ഇന്ത്യയുടെ അടുത്ത നീക്കം എന്താകും? നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇന്ത്യയുമായുള്ള ജലതർക്കം രൂക്ഷമാകുന്നതിനിടയിൽ പാകിസ്ഥാൻ വീണ്ടും ഒരു മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സിന്ധു നദീജല കരാറിന്റെ കീഴിൽ ഇസ്ലാമാബാദിന്റെ വിഹിതം അവകാശപ്പെടാൻ ശ്രമിക്കുന്നവരുടെ കൈകൾ വെട്ടിമാറ്റുമെന്ന് പാകിസ്ഥാൻ കാലാവസ്ഥാ വ്യതിയാന മന്ത്രി മുസാദിഖ് മാലിക് പ്രഖ്യാപിച്ചു. 2025-ലെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നയതന്ത്ര ബന്ധം വഷളായതിനെ തുടർന്ന് സിന്ധു നദീജല കരാർ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിന് പിന്നാലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ജലപങ്കിടൽ കരാറിനെ ചൊല്ലിയുള്ള പിരിമുറുക്കം കൂടുതൽ ആഴത്തിലുള്ളതാകുന്ന പശ്ചാത്തലത്തിലാണ് ഈ പരാമർശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിവരസാങ്കേതിക മന്ത്രി അതാവുള്ള തരാറുമായി ചേർന്ന് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ച കാലാവസ്ഥാ വ്യതിയാന മന്ത്രി മുസാദിഖ് മാലിക് ഇന്ത്യ തങ്ങളുടെ ജലവിതരണം നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിക്കുകയും ഇസ്ലാമാബാദിന്റെ ജലാവകാശങ്ങൾ ഭീഷണിയിലായാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അയൽ രാജ്യത്തെ പ്രധാനമന്ത്രി നിയന്ത്രിക്കുന്ന ഒരു പൈപ്പ് അവിടെയുണ്ട്. പാകിസ്ഥാനിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഒഴുക്കാൻ അനുവദിക്കില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് ഡോൺ പത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് മാലിക് പറഞ്ഞു. തുടർന്ന് വാർത്താ സമ്മേളനത്തിലെ ഏറ്റവും ശക്തമായ മുന്നറിയിപ്പും അദ്ദേഹം നൽകി. ഞങ്ങളുടെ ജലവിഹിതത്തിൽ അവകാശവാദം ഉന്നയിക്കാൻ വരുന്ന ആ കൈകൾ ഞങ്ങൾ വെട്ടിമാറ്റും. അദ്ദേഹത്തിന്റെ ഈ പരാമർശങ്ങൾ പാകിസ്ഥാൻ ചാനലായിട്ടുള്ള 24 ന്യൂസ് HD ഉൾപ്പെടെയുള്ള നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രസ്താവനകളുടെ ദൃശ്യങ്ങൾ ഓൺലൈനിലും പ്രചരിക്കുന്നുണ്ട്. എങ്കിലും ഇതിന്റെ ആധികാരികത സ്വതന്ത്രമായി പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. കരാറിന്റെ കീഴിൽ പാകിസ്ഥാന്റെ ജലവിഹിതം സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധത മാലിക് ആവർത്തിച്ചു. കൂടാതെ പാകിസ്ഥാന് അനുവദിച്ച ജലപ്രവാഹം തടസ്സപ്പെടുത്താൻ ഇന്ത്യ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിന്ധു നദീജല കരാറിനെ പ്രതിരോധിച്ച് പാകിസ്ഥാൻ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ച പാകിസ്ഥാൻ വിവരസാങ്കേതിക മന്ത്രി അതാവുള്ള തരാർ സിന്ധു നദീജല കരാറിന് ഇപ്പോഴും നിയമസാധുതയുണ്ടെന്നും അത് ഏകപക്ഷീയമായി റദ്ദാക്കാനോ താൽക്കാലികമായി നിർത്താനോ ഭേദഗതി ചെയ്യാനോ കഴിയില്ലെന്നും വാദിച്ചു. സിന്ധു നദീജല കരാറിലെ പാകിസ്ഥാന്റെ നിലപാടിന് അന്താരാഷ്ട്ര പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നും കരാർ ഒപ്പുവെക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തിന് ആഗോളതലത്തിൽ വലിയ പിന്തുണയൊന്നും ലഭിച്ചിട്ടില്ലെന്നും താരർ അവകാശപ്പെട്ടു. ഒരു വേദിയും ഇന്ത്യയുടെ നിലപാട് അംഗീകരിക്കാത്തതിനാൽ സിന്ധു നദീജല കരാർ ഇപ്പോഴും നിലവിലുണ്ട് എന്ന് താരാർ പറഞ്ഞു. വെള്ളം ഞങ്ങളുടെ ജീവരേഖയും അതുപോലെ തന്നെ ഞങ്ങളുടെ റെഡ് ലൈനുമാണ് എന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പാകിസ്ഥാൻ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ അസിം മുനീറും ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് താരാർ ചൂണ്ടിക്കാണിച്ചു. ഡോൺ റിപ്പോർട്ട് അനുസരിച്ച് കരാറിന്റെ കീഴിലുള്ള പാകിസ്ഥാന്റെ അവകാശങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് താരാർ വാദിക്കുന്നത്. ഇരു രാജ്യങ്ങളും അംഗീകരിച്ച് നിയമപരമായി നടപ്പിലാക്കാൻ കഴിയുന്ന ഈ കരാറിലൂടെ ഞങ്ങളുടെ ജനങ്ങൾക്ക് ജലത്തിനുള്ള അവകാശമുണ്ട്. അത് ഇന്നും നിലനിൽക്കുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കരാറിലെ പാകിസ്ഥാന്റെ നിലപാടിന് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം ലഭിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട അദ്ദേഹം കരാർ ഏകപക്ഷീയമായി റദ്ദാക്കാനോ ഭേദഗതി ചെയ്യാനോ കഴിയില്ലെന്ന് ആവർത്തിച്ചു. സിന്ധു നദീജല കരാറിനെക്കുറിച്ചുള്ള ആദ്യ അന്താരാഷ്ട്ര സെമിനാറിന് ചൊവ്വാഴ്ച ഇസ്ലാമാബാദ് ആതിഥേയത്വം വഹിക്കുമെന്ന് പാക് മന്ത്രിമാർ അറിയിച്ചു. കോൺഫറൻസിൽ പങ്കെടുക്കാനായി നിയമവിദഗ്ധരും ജലവിദഗ്ധരും വിദേശ പ്രതിനിധികളും ഇതിനകം പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ടെന്ന് താരാർ അറിയിച്ചിട്ടുണ്ട്. സെമിനാർ കരാറിന്റെ കീഴിലുള്ള പാകിസ്ഥാന്റെ നിയമപരമായ അവകാശങ്ങൾ പരിശോധിക്കുകയും അതിന്റെ സാങ്കേതികവും നിയമപരവുമായ വശങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റവും നിർണായകമായ അന്താരാഷ്ട്ര കരാറുകളിലൊന്നാണ് സിന്ധു നദീജല കരാർ, ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി. 1960 സെപ്റ്റംബർ 19 ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച ഈ കരാർ സിന്ധു നദീതടത്തിലെ 6 പ്രധാന നദികളിലെ ജലവിഹിതം ഇരു രാജ്യങ്ങൾക്കിടയിൽ എങ്ങനെ പങ്കിടണമെന്നത് നിശ്ചയിക്കുന്നതാണ്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും ചേർന്നാണ് കരാറിൽ ഒപ്പുവെച്ചത്. കരാർ പ്രകാരം രവി, ബിയാസ്, സത്ലജ് എന്നീ കിഴക്കൻ നദികളുടെ ജലം ഇന്ത്യക്ക് പൂർണ്ണമായി ഉപയോഗിക്കാനുള്ള അവകാശം ലഭിച്ചു. അതേസമയം സിന്ധു, ജലം, ചെനാബ് എന്നീ പടിഞ്ഞാറൻ നദികളുടെ ഭൂരിഭാഗം ജലവും പാകിസ്ഥാനാണ് ഉപയോഗിക്കുന്നത്. എന്നിരുന്നാലും ഈ നദികളിൽ
ജലവൈദ്യുത പദ്ധതികളും പരിമിതമായ ജലസേചന പദ്ധതികളും നടപ്പാക്കാൻ ഇന്ത്യക്ക് കരാർ ചില അവകാശങ്ങൾ അനുവദിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വിജയകരമായ ജലവിഹിത കരാറുകളിൽ ഒന്നായാണ് സിന്ധു നദീജല കരാർ വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിരവധി യുദ്ധങ്ങളും കടുത്ത നയതന്ത്ര പ്രതിസന്ധികളും ഉണ്ടായിട്ടും 6 പതിറ്റാണ്ടിലേറെയായി ഈ കരാർ നിലനിന്നിരുന്നു. അതുകൊണ്ടുതന്നെ ഈ കരാർ ദക്ഷിണേഷ്യയിലെ സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും ഒരു പ്രധാന അടിത്തറയായാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ 2025 പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ സ്ഥിതിഗതികൾ മാറി. ആക്രമണത്തിനു പിന്നിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകര സംഘടനകളാണെന്ന് ഇന്ത്യ ആരോപിക്കുകയും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് പാകിസ്ഥാൻ പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാറിന്റെ പ്രാവർത്തിക സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഇതിന് ശക്തമായ എതിർപ്പാണ് പാകിസ്ഥാൻ ഉയർത്തിയത്. കരാർ ഏകപക്ഷീയമായി റദ്ദാക്കാനോ താൽക്കാലികമായി നിർത്തിവെക്കാനോ കഴിയില്ലെന്നും സിന്ധു നദികളിലെ ജലം പാകിസ്ഥാന്റെ ജീവരേഖയാണെന്നും ഇസ്ലാമാബാദ് ആവർത്തിച്ചു വ്യക്തമാക്കുന്നു. ജലപ്രവാഹം തടയാനുള്ള ഏത് നീക്കവും ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായി കാണുമെന്നും പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം 1960-ലെ സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി രൂപീകരിച്ച കരാർ ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നില്ലെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഭീകരവാദത്തെ ഒരു നയമായി പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമായി പഴയ രീതിയിലുള്ള സഹകരണവും തുടരുന്നത് യുക്തിസഹമല്ലെന്നും ദേശീയ സുരക്ഷയും ജലസുരക്ഷയും ഇന്ത്യക്ക് സുപ്രധാനമാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. ഇതോടെ സിന്ധു നദീജല കരാർ വീണ്ടും ഇന്ത്യ-പാകിസ്ഥാൻ ബന്ധത്തിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ്. ഭാവിയിൽ ഈ കരാറിന്റെ നിയമപരവും നയതന്ത്രപരവുമായ സ്ഥിതി എങ്ങനെയാകുമെന്ന് ദക്ഷിണേഷ്യൻ മേഖലയിലെ സമാധാനത്തിനും ജലസുരക്ഷയ്ക്കും നിർണായകമായിരിക്കും. എന്നാൽ പാകിസ്ഥാൻ ഈ ആരോപണങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ തീരുമാനത്തെ പാകിസ്ഥാൻ ആവർത്തിച്ച് ചോദ്യം ചെയ്യുകയും അതിർത്തി കടന്നുള്ള ജലപ്രവാഹം മാറ്റാനുള്ള ഏതൊരു ശ്രമത്തിനും എതിരെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ജലസുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടായാൽ പാകിസ്ഥാൻ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഞങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടെന്ന് തോന്നുന്ന നിമിഷം ജലം ഞങ്ങളുടെ ദേശീയ സുരക്ഷയുടെ ഭാഗമാണ്. ഞങ്ങൾ ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് പോകും തീർച്ചയായും എന്ന് ആസിഫ് ARYA ന്യൂസിനോട് പറഞ്ഞിരുന്നു. തങ്ങളുടെ തീരുമാനത്തെ പ്രതിരോധിച്ച ഇന്ത്യ ഈ കരാർ ഇപ്പോഴത്തെ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നില്ലെന്ന് വാദിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിന്റെ 62ാമത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ഫസ്റ്റ് സെക്രട്ടറി അനുപമ സിംഗ് പറഞ്ഞത്, ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായി ആരോപിക്കപ്പെടുന്ന ഒരു രാജ്യം കരാറിന്റെ കീഴിൽ തുടർച്ചയായ സഹകരണം പ്രതീക്ഷിക്കുന്നത് യുക്തിരഹിതമാണ് എന്നാണ്. സിന്ധു നദീജല കരാറിലെ തങ്ങളുടെ നിലപാട് എല്ലാവർക്കും അറിയാവുന്നതാണ്. നല്ല മനസ്സിന്റെയും സൗഹൃദത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള സഹകരണത്തിന്റെ ആനുകൂല്യങ്ങൾ ഭീകരവാദത്തെ ഒരു നയമായി കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യം തുടർന്നും ആവശ്യപ്പെടുന്നത് യുക്തിക്ക് നിരക്കാത്തതാണ് എന്ന് അവർ പറഞ്ഞു. ഈ കരാർ കാലഹരണപ്പെട്ടതാണെന്ന് ചൂണ്ടിക്കാണിച്ച് സിംഗ് കൂട്ടിച്ചേർത്തു, 1960-ൽ ചർച്ച ചെയ്തത് ഉണ്ടാക്കി ഒരു കരാറിനെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള ശാശ്വത അവകാശമായി കാണാൻ കഴിയില്ല. അത് ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളായി ഉണ്ടായ വലിയ മാറ്റങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല. അന്താരാഷ്ട്ര വേദികളിൽ ഉഭയകക്ഷി തർക്കങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം പാകിസ്ഥാൻ സ്വന്തം ആഭ്യന്തര വെല്ലുവിളികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ജമ്മു കശ്മീർ എപ്പോഴും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും അത് അങ്ങനെ തന്നെ തുടരുമെന്നും ഇന്ത്യ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഭീകരവാദത്തിൽ നിന്നും സ്വന്തം ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് പാകിസ്ഥാൻ അന്താരാഷ്ട്ര വേദികൾ ഉപയോഗിക്കുന്നത് എന്നും ഇന്ത്യ കുറ്റപ്പെടുത്തി. പാകിസ്ഥാൻ മന്ത്രിമാർ നടത്തിയ കടുത്ത പ്രസ്താവനകൾ വെറും വികാര പ്രകടനമായി മാത്രം കാണാനാകില്ല. ജലസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരു രാജ്യങ്ങൾക്കും അതീവ പ്രാധാന്യമുള്ളതിനാൽ ഇത്തരം പ്രസ്താവനകൾക്ക് രാഷ്ട്രീയവും നയതന്ത്രപരമായ അർത്ഥങ്ങളുണ്ട്. അതേസമയം ഇവയെ വിലയിരുത്തുമ്പോൾ വികാരത്തേക്കാൾ വസ്തുതകൾക്കും നിലവിലെ സാഹചര്യങ്ങൾക്കും പ്രാധാന്യം നൽകേണ്ടതുണ്ട്. പാകിസ്ഥാനിൽ സാമ്പത്തിക പ്രതിസന്ധി, വിലക്കയറ്റം, ഊർജ്ജക്ഷാമം, രാഷ്ട്രീയ അസ്ഥിരത തുടങ്ങിയ വെല്ലുവിളികൾ തുടരുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ദേശീയ സുരക്ഷയും ഇന്ത്യയുമായുള്ള തർക്കങ്ങളും മുൻനിർത്തിയുള്ള ശക്തമായ പ്രസ്താവനകൾ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പിന്തുണ ഉറപ്പിക്കാൻ ഉപയോഗപ്പെടാറുണ്ടെന്ന് നിരവധി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ജലവിഷയം പാകിസ്ഥാനിലെ കൃഷിയെയും ഭക്ഷ്യസുരക്ഷയെയും നേരിട്ട് ബാധിക്കുന്നതിനാൽ ജനങ്ങളിൽ ശക്തമായ പ്രതികരണം സൃഷ്ടിക്കുന്ന വിഷയമാണ്. 1960-ൽ സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച കാലത്തെ ഇന്ത്യയും ഇന്നത്തെ ഇന്ത്യയും തമ്മിൽ വലിയ മാറ്റങ്ങളുണ്ട്. ഇന്ന് ലോകത്തിലെ പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥകളിലൊന്നാണ് നമ്മുടെ ഇന്ത്യ. പ്രതിരോധ മേഖലയിൽ വലിയ ആധുനികവൽക്കരണം നടന്നിട്ടുണ്ട്. ബഹിരാകാശം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൗകര്യ വികസനം, നയതന്ത്ര ബന്ധങ്ങൾ എന്നിവയിലും ഇന്ത്യയുടെ സ്വാധീനം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ അഭിപ്രായങ്ങൾക്ക് മുൻകാലത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നതും ശ്രദ്ധേയമാണ്.
1960 ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച സിന്ധു നദീജല കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റവും ദീർഘകാലം നിലനിന്ന അന്താരാഷ്ട്ര കരാറുകളിലൊന്നാണിത്. 1965, 1971 കാർഗിൽ ഉൾപ്പെടെയുള്ള സംഘർഷകാലങ്ങളിലും ഈ കരാർ പൂർണ്ണമായി തകരാതെ നിലനിന്നിരുന്നു. അതിനാൽ ഈ കരാറിൽ ഉണ്ടാകുന്ന ഏതൊരു മാറ്റവും രണ്ട് രാജ്യങ്ങളെ മാത്രമല്ല ദക്ഷിണേഷ്യയിലെ ജലസുരക്ഷയും പ്രാദേശിക സ്ഥിരതയും ബാധിക്കാനിടയുള്ള വിഷയമാണ്. ഇന്ത്യയുടെ സമീപനം സൈനിക നടപടികളെക്കാൾ നയതന്ത്ര നിയമ ഭരണപരമായ മാർഗങ്ങളിലൂടെ ആകാനാണ് സാധ്യതയെന്ന് പല വിദേശകാര്യ വിദഗ്ധരും വിലയിരുത്തുന്നുണ്ട്. സിന്ധു നദീതടത്തിൽ ഇന്ത്യക്ക് കരാർ അനുവദിക്കുന്ന പരിധിക്കുള്ളിൽ കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ വേഗത്തിലാക്കുക, ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കുക, സ്വന്തം വിഹിതം കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കുക, കരാറിന്റെ നിയമപരമായ വ്യാഖ്യാനങ്ങൾ ശക്തമായി മുന്നോട്ട് വയ്ക്കുക തുടങ്ങിയ നടപടികളാണ് ഇന്ത്യ പരിഗണിക്കാൻ സാധ്യതയുള്ളത്. ദേശീയ സുരക്ഷയും ഭീകരവിരുദ്ധ നയവും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇന്ത്യ തുടർന്നും ഉയർത്തിക്കാട്ടാനും സാധ്യതയുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ജലതർക്കം കൂടുതൽ രൂക്ഷമാകാതിരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം പൊതുവെ സംയമനത്തിനും സംഭാഷണത്തിനും പ്രാധാന്യം നൽകുന്ന നിലപാടാണ് സ്വീകരിക്കാറുള്ളത്. ജലവിഭവ കരാറുകൾ അന്താരാഷ്ട്ര നിയമത്തിന്റെ ഭാഗമായതിനാൽ നിയമപരമായ സംവിധാനങ്ങളിലൂടെയും നയതന്ത്ര ചർച്ചകളിലൂടെയും പ്രശ്നപരിഹാരം കണ്ടെത്തുന്നതാണ് ആഗോളതലത്തിൽ കൂടുതൽ പിന്തുണ നേടുന്ന സമീപനം. പാകിസ്ഥാൻ മന്ത്രിമാരുടെ കടുത്ത പ്രസ്താവനകൾ വാർത്തകളിൽ വലിയ ശ്രദ്ധ നേടിയെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിന്ധു നദീജല തർക്കത്തിന്റെ ഭാവി തീരുമാനിക്കുക രാഷ്ട്രീയ പ്രസ്താവനകൾ മാത്രമല്ല, നയതന്ത്ര ചർച്ചകൾ, അന്താരാഷ്ട്ര നിയമം, ജലവിഭവ മാനേജ്മെന്റ്, ദേശീയ സുരക്ഷ, പ്രാദേശിക സ്ഥിരത എന്നിവയെല്ലാം ചേർന്നായിരിക്കും തുടർ നടപടികൾ രൂപപ്പെടുക. അതിനാൽ ഈ വിഷയത്തിൽ ഇരു രാജ്യങ്ങളുടെയും ഔദ്യോഗിക നടപടികളാണ് വരും ദിവസങ്ങളിൽ നിർണായകമാകുക. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.